ജിദ്ദയിൽ നടന്ന 6ാമത് ആഗോള അറബി ഭാഷാ സമ്മേളനം സമാപിച്ചു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 200ഓളം ഭാഷാ പണ്ഡിതർ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഇന്ത്യയിൽ നിന്നും ഡോക്ടർ ഹുസൈൻ മടവൂർ സമ്മേളനത്തിന്റെ ഭാഗമായി. സൗദി കൺവെൻഷൻസ് ആൻഡ് എക്സിബിഷൻസ് ജനറൽ അതോറിറ്റിയാണ് 3 ദിവസം നീണ്ടുനിന്ന ആഗോള അറബി ഭാഷാ സമ്മേളനം സംഘടിപ്പിച്ചത്. അറബി ഭാഷയും ഡിജിറ്റലൈസേഷന്റെ വെല്ലുവിളികളും എന്ന വിഷയത്തിൽ ജിദ്ദയിലാണ് സമ്മേളനം നടന്നത്. അറബി ഭാഷാ വിദഗ്ധർക്കിടയിലെ ആശയവിനിമയം, നിർമ്മിത ബുദ്ധി ഉപയോഗിച്ചുള്ള ഭാഷാ പരിശീലനം, പ്രചാരണം തുടങ്ങിയ വിഷയങ്ങൾ സമ്മേളനം ചർച്ച ചെയ്തു. അറബിയേതര രാജ്യങ്ങളിലെ അറബി ഭാഷാധ്യാപനം എന്ന ചർച്ചയിൽ പ്രമുഖ പണ്ഡിതൻ ഡോക്ടർ ഹുസൈൻ മടവൂരാണ് അധ്യക്ഷത വഹിച്ചത്. ഇന്ത്യയിൽ നിന്നുള്ള ഏക സമ്മേളന പ്രതിനിധിയാണ് ഹുസൈൻ മടവൂർ. ഇതിലെ പ്രധാന വിഷയം അറബി ഭാഷ ആധുനിക കാലഘട്ടത്തിലെ തൊഴിൽ സാധ്യതകളും വിദ്യാഭ്യാസ സാധ്യതകളും ഒക്കെ ഉപയോഗപ്പെടുത്തി എങ്ങനെ വികസിപ്പിക്കാം, എങ്ങനെ ഉപയോഗിക്കാം, എങ്ങനെ അതിൻ്റെ അധ്യാപനം മെച്ചപ്പെടുത്തണം എന്നതാണ്. ആധുനിക മാധ്യമങ്ങൾ ഉപയോഗിച്ച്, അതുപോലെ തന്നെ AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് എങ്ങനെ അറബി ഭാഷയെ കൂടുതൽ സാർവത്രികമായി ഉപയോഗിക്കാം എന്നതാണ് വിഷയം. പ്രത്യേകിച്ച് അറബി ഭാഷയുടെ സാധ്യതകൾ കൂടി വരികയാണ്. അറബ് ലോകത്തുള്ള ജോലി സാധ്യതകളും കൂടി വരികയാണ്. 17 രാജ്യങ്ങളിൽ നിന്നുള്ള അധ്യാപകർ, ഗവേഷകർ, വിദ്യാർത്ഥികൾ തുടങ്ങി 200ഓളം പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുത്തു. ചർച്ചകളിൽ പങ്കെടുത്തതും പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചതും കൂടുതൽ വനിതകളാണ് എന്നതാണ് സമ്മേളനത്തിന്റെ മറ്റൊരു പ്രത്യേകത. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ.